ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്ന് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിയാമിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അവിടെ പോകാമെന്ന്. അപ്പം പ്രത്യേകിച്ച് ഞാൻ മുൻകൂട്ടി ബുക്കൊന്നും ചെയ്തില്ല. നമ്മളാണെങ്കിൽ ഡയറക്റ്റ് പോവാണ്. നമുക്കപ്പോൾ സീറ്റൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വശം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി ചെല്ലണം. അതിൻ്റെ ഉള്ളിൽ സീറ്റിങ്ങൊക്കെ ഓൾറെഡി ഈ ഭാഗമൊക്കെ റിസർവ്ഡ് ആണ്. അപ്പം നമ്മളാണെങ്കിൽ അല്ലാതെ ചെല്ലുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേറെയുണ്ട്. അപ്പം ഇവിടെ സിയാമിലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പേരെന്ന് പറഞ്ഞാൽ ഇന്ത്യാനോ ജോൺസ് സാമ്രാട്ട് എന്നാണ്. ആക്ച്വലി ഇവിടെ ഒരു എന്താ ആവശ്യത്തിന് നമ്മുടെ ഒരു ഇന്ത്യൻ ഫുഡ്, അതായത് നമ്മുടെ ഒരു കുറച്ചുകൂടെ പറയുവാണെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് ഇവിടെ. പിന്നെ ആണെങ്കിൽ ഇതിനകം ഒരു കോസി വൈബാണ്, അതായത് ഒരു അടഞ്ഞ ലൈറ്റും വെട്ടവും ഒക്കെയാണ്. പിന്നെ ഇവിടെ കയറുമ്പം തന്നെ നമ്മുടെ ബോളിവുഡ് മ്യൂസിക്സും നമ്മുടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്സൊക്കെ കേൾക്കാം. പിന്നെ ആണെങ്കിൽ പിന്നെ നല്ല ഇൻറ്റീരിയറൊക്കെ നമ്മുടെ ഒരു രീതിയിലൊക്കെ ഒരു ഇന്ത്യൻ സ്റ്റൈൽ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ടേബിള് സെറ്റ് ചെയ്തു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ചൈനീസ് ആൾക്കാർ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഒത്തിരി ചൈനീസ് ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെല്ലുമ്പോൾ തന്നെ മെനൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെനു നോക്കി ആദ്യം ഞാൻ ഓർഡർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പാനിപ്പൂരിയാണ്. അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെ പാനിപ്പൂരിയൊക്കെ ഇതുപോലെ കഴിച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒത്തിരി നാളായില്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡൊന്നും കഴിക്കുന്നേ ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിൽ വെക്കുന്നത് കഴിക്കുമെങ്കിലും പക്ഷേ പുറത്തു പോയി ഒരു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ കഴിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ആദ്യം തന്നെ പാനിപ്പൂരിയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം കൂടെ മസാലകളും എല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഫോറിൻ കൺട്രീസിൽ നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് എപ്പോഴും ഒരു ഹാപ്പി ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇപ്പം പുറത്തിരിക്കുന്നവർക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്കൊന്ന് കഴിക്കാം. പിന്നെ അടുത്ത് ഞാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ സമൂസയായിരുന്നു. സമൂസയും അതുപോലെ തന്നെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളെ ഇതൊക്കെ കഴിച്ചിട്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരുന്നു. പിന്നെ നമുക്കിവിടെ ബിരിയാണീസ് ഉണ്ട്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്യാം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ടിക്ക, അതുപോലെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. മട്ടനൊക്കെ അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. എല്ലാം റൈസൊക്കെ നല്ല പാകമായിരുന്നു, എല്ലാം നല്ല സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സിയാമിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. പിന്നെ വിലയൊന്നും അധികം കൂടുതലൊന്നുമല്ല, പക്ഷേ എന്നാൽ ക്വാളിറ്റി നല്ല സൂപ്പറാണ്, നല്ല ക്വാളിറ്റിയാണ്. ഒരുപാട് പേര് ഇന്ത്യൻസ് ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ പോർട്ടൊക്കെ അടുത്തായതുകൊണ്ട് മലയാളീസൊക്കെ വന്ന് ഇവിടെ കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റി ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ ഒരുപാട് നാളായി ഇങ്ങനെ കഴിച്ചിട്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരുന്നു എല്ലാത്തിനും. പിന്നെ നമുക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് തരും. പിന്നെ ഇത് കോംപ്ലിമെൻ്ററി ഡെസേർട്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. അപ്പം സിയാമിൽ വരും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി അടക്കുവാണെങ്കിൽ ഇവിടെ വരാം, ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.